പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഓസ്ട്രേലിയൻ സന്ദർശനം നടത്തുകയായിരുന്നല്ലോ. അതെ. അപ്പോൾ അതിനിടയിലാണ് അവിടെ നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ചൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ അവിടെ മുദ്രാവാക്യം വിളിയുമ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ ഒരാൾ എത്തിയിരിക്കുന്നു. അതെ, അതീവ സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് ആണ് അതിലൂടെ ആ ഒരു സംഭവത്തിലൂടെ തന്നെ വ്യക്തമായിട്ട്. സാധാരണഗതിയിൽ ഏത് രാഷ്ട്രത്തലവനും മറ്റൊരു രാജ്യത്ത് പോയാൽ അദ്ദേഹം താമസിക്കുന്നത് എവിടെയാണ് എന്നുള്ള കാര്യം ഒരിക്കലും പബ്ലിഷ് ചെയ്യാറില്ല. പരമരഹസ്യമായിരിക്കും. അതിപ്പോൾ നമ്മൾ ഡൽഹിയിൽ എത്ര പ്രമുഖനായ രാഷ്ട്രത്തലവൻ വന്നാലും അവർ താമസിക്കുന്നത് എവിടെയാണ്, ഏത് ഹോട്ടലാണെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അത് എപ്പോഴും അവരുടെ സുരക്ഷയുടെ കൂടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി താമസിക്കുന്ന ഹോട്ടൽ അദ്ദേഹവും ഇവിടുന്ന് പോയ ഇന്ത്യൻ സംഘവും ഹോട്ടൽ ലോബിയിലുണ്ടായിരുന്ന സമയത്താണ് ഇയാൾ ഹോട്ടലിനകത്ത് കയറി പ്രതിഷേധിച്ചിരിക്കുന്നത്. അത് വർണ്ണവിവേചനം തന്നെയാണ്. അയാൾ പറയുന്നത് എന്താണ്? ഇവിടെ ഇത് ഓസ്ട്രേലിയയാണ്, ഇവിടെ ഇന്ത്യക്കാർ വേണ്ട എന്നുള്ള, കുടിയേറ്റക്കാർ വേണ്ട എന്നുള്ള രീതിയിലായി മാത്രം മതി എന്നുള്ള രീതിയിലായിട്ട് പ്രതിഷേധം. അപ്പോൾ ഈ പ്രതിഷേധിച്ച വ്യക്തിക്ക് നിയോ നാസി എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നിയോ നാസികൾ എന്ന് പറയുന്ന ജർമ്മനിയിലാണ് ഇവരാദ്യം തുടക്കം. ജർമ്മൻകാരെ സ്വഭാവം അറിയാമല്ലോ. അവർ ആ പഴയ നാസികൾ ഒന്നും കൂടെ പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവന്ന് എല്ലാം നമ്മുടെ നാട്ടുകാരും മതി, ഇവിടെ പുറ ലോകത്തുള്ള മരണ്ടാന്ന് പറഞ്ഞ് ജർമ്മനിയിൽ ഇപ്പോൾ വ്യാപകമായ തോതിൽ പലപ്പോഴും ആക്രമണങ്ങൾ സംഭവിക്കാറുണ്ട്. ഇതിനകത്ത് ഒരു നമുക്ക് കുറച്ചും കൂടി ഗൗരവത്തോടെ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ മുൻപ് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പ്രതിഷേധം കാണുമ്പോൾ ആ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ വെറും ഒരു പ്രതിഷേധക്കാരൻ എന്നുള്ളൊരു സ്വഭാവം അതിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഇയാളൊരു സമ്പന്നനായ വ്യക്തിയാണ്. 22 വയസ്സേ ഉള്ളൂ ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇയാൾ എങ്ങനെ ഹോട്ടലിൽ എത്തി, ഇയാൾ എങ്ങനെ ഇയാൾക്ക് വിവരം കിട്ടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അതാണ് ഞാൻ പറഞ്ഞു, സമ്പന്നനായ ഒരാൾ എന്ന് പറയുമ്പം ഒരിക്കലും വെറും ഒരു പ്രതിഷേധക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ കാണാൻ കഴിയില്ല. ഇത് വളരെ സുരക്ഷാ വീഴ്ചയാണ്. തീർച്ചയായും അതിന് ഓസ്ട്രേലിയൻ സർക്കാർ, ഇന്ത്യ ഗവൺമെന്റ് മറുപടി പറയേണ്ടി വരും, അവർ വിശദീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഘവും കേൾക്കുന്ന രീതിയിൽ അത്രയും ദൂരത്തു നിന്നാണ് ഇയാൾ മുദ്രാവാക്യം വിളിച്ചതാണ് ഇന്ത്യ വരുന്നത്. അതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ നമ്മുടെ സാധാ നമ്മളൊരു എയർപോർട്ട് അല്ലെങ്കിൽ അതുപോലെ സുരക്ഷാ സൗകര്യങ്ങൾ ഉള്ളടത്തി എന്നാൽ തന്നെയും നമ്മളെ സ്കാൻ ചെയ്ത് മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ച് ശേഷമായിരിക്കും കടന്നു പോവുക. മാത്രമല്ല VIP അവിടെ താമസിക്കുമ്പോൾ ഒരിക്കലും സാധാരണ ഒരാൾക്ക് ചെല്ലാനും പറ്റില്ല. പലപ്പോഴും ഹോട്ടൽ ഒഴിപ്പിക്കും ഇവരെ താമസിക്കും. മാത്രമല്ല VIP വരുമ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞ സുരക്ഷ അതിന്റെ ഇരട്ടിയാകും. അപ്പോൾ അത്തരം ഒരു സംവിധാനം, പ്രത്യേകിച്ച് ഇത്തരം സംവിധാനങ്ങൾ ഇയാൾ എങ്ങനെ മറികടന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിനകത്ത് ഒന്നെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പക്ഷേ ഒരു വീഴ്ച സംഭവിച്ചതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഉദ്യോഗസ്ഥരുടേതായിട്ടുള്ള ഒരു പിന്തുണ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നത്. മാത്രമല്ല ഇയാൾ ഇത്രയും വലിയ സമ്പന്നനാണെന്ന് പറയുമ്പോൾ ഇയാൾ ഒരു ഹോട്ടലിൽ മുറിയുടെ താമസിച്ചാണോ എന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി. പക്ഷേ ഇത്തരം ഒരു സുരക്ഷ ഒരുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥർ അതിനുള്ള നടപടി സ്വീകരിക്കില്ല. ഏതായാലും ഇവന്റെ ഈ പ്രതിഷേധം കൊണ്ടൊന്നും പേടിക്കുന്ന ആളല്ല നരേന്ദ്രമോദി എന്നുള്ള കാര്യം അറിഞ്ഞുകൂടായിരിക്കും. ഇത് നമുക്കെല്ലാം അറിയാം. പണ്ട് ഗാന്ധിജി ആഫ്രിക്കയിൽ വെച്ച് സൗത്ത് ആഫ്രിക്കയിലായിരുന്നു അറിയാലോ. അദ്ദേഹം ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ് സഞ്ചരിച്ചു എന്ന് പറഞ്ഞ് സായിപ്പ് വന്ന് അദ്ദേഹത്തെ അന്ന് ബലം പുറത്തിറക്കി വിട്ട കഥ നമുക്കറിയാമല്ലോ. ഈ സായിപ്പിന്റെ മനസ്സ് ഇതൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല. മാത്രമല്ല നമ്മുടെ നാട്ടിൽ നമ്മൾ പലപ്പോഴും ഉദാഹരണമായിട്ട് സായിപ്പുമാരായിരിക്കും ചൂണ്ടിക്കാണുക. അവർ ഭയങ്കര പുരോഗമനപരമായി ചിന്തിക്കുന്നു, ഏറ്റവും മോഡേൺ ആയിട്ടുള്ളത് അവരാണെന്നുള്ളൊരു പൊതുധാരണ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്കുണ്ട്. അപ്പം നമ്മൾ ഈ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വരുമ്പോഴും നമ്മൾ ഉടനെ അവിടേക്കാണെങ്കിൽ വിരൽ ചൂണ്ടിയിട്ട് ഉദാഹരണം കാണിക്കുക. പക്ഷേ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും സായിപ്പിന്റെ ഉള്ളിലും ഈ പറയുന്ന വിദ്വേഷ ചിന്തകൾ നല്ല രീതിയിൽ തന്നെയുണ്ട്. അല്ല, അതുകൊണ്ടാണല്ലോ പലപ്പോഴും നമുക്ക് അമേരിക്ക പോലും ഇപ്പോഴും ഏറ്റവും പോലീസിന്റെ ആക്രമണത്തിന് ഇരയാവുന്ന നീഗ്രോളാണ്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരു നീഗ്രോയെ കഴുത്തേരിച്ച് തന്ന് കൊന്ന കാര്യക്ക് ശ്വാസം കൊണ്ട് തന്നെ വിടുമെന്നൊക്കെ അയാൾ പറഞ്ഞിട്ടൊന്നും വിട്ടില്ല, അയാളെ കൊന്നു. അപ്പോൾ ഇപ്പോഴും ഇവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ, സായിപ്പന്മാർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇത് ഏതാണ്ട് പാമ്പാട്ടികളുടെയും അങ്ങനെയൊക്കെയുള്ള വളരെ പ്രാക്തന കാലഘട്ടത്തിൽ ഒരു രാജ്യമാണെന്ന് തെറ്റിദ്ധാരണ അവർക്ക് ഇപ്പോഴുണ്ട്. ഇന്ത്യ ഇന്ന് ലോകത്തെ ഏറ്റവും ഉന്നതമായ നിലയിൽ ലോകരാഷ്ട്രങ്ങൾ ഏത് രാഷ്ട്രത്തോടും കിടപിടിക്കത്തക്ക രീതിയിൽ എല്ലാ മേഖലയിലും നമ്മൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതുപോലുള്ള ആൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണോ, അതുകൊണ്ട് അസൂയ കൊണ്ടാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. ഈ തീവ്രവാദ സംഘടനയുമായിട്ടുള്ള ഇയാൾക്കുള്ള ബന്ധത്തെയും നല്ല രീതിയിൽ തന്നെയാണ് അതിലും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് പരിശോധിക്കണമല്ലോ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കും ജസ്റ്റിൻ, ഇയാളൊരു ആയുധം കൊണ്ടാണ് വന്നിരുന്നെങ്കിൽ ഈ ഹോട്ടലിനകത്ത് ഇയാളെ കയ്യിൽ എന്തെങ്കിലും പ്രധാനമന്ത്രിയുടെ അടുത്ത ആക്രമിക്കാൻ നമുക്ക് ഓർമ്മയുണ്ട്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ശ്രീലങ്കയിൽ നമ്മുടെ സമാധാന കരാർ ഒപ്പുവയ്ക്കാൻ പോയ സമയത്ത് അദ്ദേഹം ഗാർഡ് ഓഫ് ഓർഡർ പരിശോധിക്കുമ്പോൾ അടുത്ത് നിന്ന് ആ ഒരു പട്ടാളക്കാരൻ നേവി ഉദ്യോഗസ്ഥൻ തോക്ക് തിരിച്ചു പിടിച്ച് തപ്പാത്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയ്ക്കാണ് അടിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി ഇതെന്തോ ഇയാൾ അദ്ദേഹം പെട്ടെന്ന് ഒഴിഞ്ഞു മാറി, മനസ്സിലായില്ല. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻ ഭരണാധികാരികൾക്ക് നേരെ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ഈ പ്രതിഷേധങ്ങൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത് വംശീയതയുടെ പേരിൽ ഒരു പ്രതിഷേധം ഉയരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യമാണെന്ന് തന്നെ കരുതേണ്ടി വരും. നമ്മൾ ഒരേ മനസ്സിലാക്കണം, അവിടങ്ങളൊക്കെ തന്നെ ജോലി ചെയ്യുന്ന ഏറ്റവും അധികം ഉള്ളത് ഇന്ത്യക്കാർ തന്നെയാണ്.
അല്ലെങ്കിൽ വിദേശികളാണ്. അപ്പോൾ അവരുടെ ഒരു ധാരണ, അതായത് പണിയെടുക്കാൻ ഞങ്ങളുടെ കീഴിൽ പണിയെടുക്കാൻ മതി ഇന്ത്യക്കാർ എന്നുള്ളൊരു അത്ര ഒരു ചിന്ത കൂടി ഉണ്ട് അവർക്ക്. അതായത് അത് ഞങ്ങൾക്ക് മുകളിലേക്ക് വളരണ്ട അല്ലെങ്കിൽ വളരുന്നു എന്ന് തോന്നുമ്പോഴാകാം ഈ രീതിയിലുള്ള പ്രതികരിക്കാൻ ഇയാളെ പോലെയുള്ള ഇത്തരത്തിൽ വർഗീയപരമായി വിവേചനപരമായി ചിന്തിക്കുന്ന ആളുകൾ തയ്യാറാകുക. അല്ല, പല രാജ്യങ്ങളിലും ഈ പ്രശ്നമുണ്ട്. ഈ രസകരമായ കാര്യം നമ്മുടെ വിദേശത്തുള്ള പല സുഹൃത്തുക്കളും പറയാറുള്ളത്, ഈ അവിടങ്ങളിലെ രാജ്യങ്ങളിലേക്ക് അത്തരം പാശ്ചാത്യ രാജ്യങ്ങളിൽ പല ചെറുപ്പക്കാരും അവർ പഠിക്കാനൊന്നും പോകാതൊക്കെ ഒരു അരഞ്ഞിരിഞ്ഞ് നടന്നിട്ട് അവർക്ക് ജോലി ചെയ്യാൻ കഴിയില്ല. പക്ഷെ അവർക്ക് പലർക്കും സർക്കാർ എന്നുള്ള ഈ പ്രായം കഴിഞ്ഞാൽ പെൻഷനും അങ്ങനെയൊക്കെയുള്ള ആനുകൂല്യമുള്ളതുകൊണ്ട് അവർ സൂചിച്ച് കിടക്കും. അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ ജോലി മുഴുവൻ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് അല്ലെങ്കിൽ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളാണ് ഏറ്റവും അധികം നന്നായി പണിയെടുക്കുന്നത്. അത് നമുക്ക് അറിഞ്ഞ IT മേഖലയിലാണെങ്കിലും ഇന്ന് ലോകത്തെ ഏത് മേഖലയിലും, പ്രത്യേകിച്ച് ഓസ്ട്രേലിയക്കാരൻ നമുക്കറിയാം ഒരുപാട് മലയാളമുള്ള സ്ഥലമാണ്. അല്ലെ, ഏറ്റവും അധികം മലയാളം കുടിയേറുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. ഇപ്പോഴും അവിടെ ഒരുപാട് അവസരങ്ങളുണ്ട്, PR കിട്ടാനൊക്കെ അവിടെ എളുപ്പമാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് മലയാളികളൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നമ്മുടെ പ്രധാനമന്ത്രിക്ക് നേരെ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു വളരെ മോശമായൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈ UK പോലുള്ള സ്ഥലങ്ങളിൽ ഈ അടുത്ത കാലത്തായി കുറെ ഇത്തരത്തിലുള്ള വംശീയാധിക്ഷേപ അത്തരത്തിലുള്ള പല സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത് ഈ ഓസ്ട്രേലിയ എന്നുള്ള ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. ഇത് പടിഞ്ഞാറിൻ്റെ മൊത്തം പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലായിടത്തെയും പടരുകയാണ്. നമുക്ക് UK കാര്യം എടുക്കുമ്പം അവിടെ ഇന്ത്യക്കാരെ പോലെയുള്ളവരല്ല അവർക്ക് ഭീഷണി. ഈ മറ്റു ചില രാജ്യങ്ങളിൽ നിന്ന് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്നൊക്കെ നുഴഞ്ഞു കയറി വരുന്ന ആളാണ്. ഇവരവിടെ കടന്നുകയറ്റമാണ് നടത്തുന്നതെങ്കിൽ പോലും അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ സംരക്ഷിക്കണമെന്നുള്ളത് ബ്രിട്ടനിലെ അവരുടെ നിയമമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി, ആ രീതിയിലാണ് ഇവർ കള്ള ബോട്ടൊക്കെ കയറി അവിടെ എത്തുന്നത്. അവർ പലപ്പോഴും വലിയ ശല്യമാകാറുണ്ട്. പക്ഷേ ഇന്ത്യക്കാർ അങ്ങനെയല്ല. ഇന്ത്യക്കാരോട് ചെന്ന് ഈ ഇതുപോലത്തെ പണിക്കൊന്നും പോകുന്നവരല്ല. അവർ കൃത്യമായി അവിടെ നല്ല ഉയർന്ന മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഈ എന്താ ഇന്ത്യക്കാരിൽ എല്ലാവരും നല്ല ചിലർ ഈ പറയുന്ന പോലെ നമ്മുടെ ഇന്ത്യയിൽ കാട്ടിക്കൂട്ടുന്ന അതേ വൃത്തികേട് തന്നെ ചില ഘട്ടങ്ങളിലൊക്കെ അവിടെ വിദേശ രാജ്യങ്ങൾ കാട്ടിയിട്ട് അത് ധാരാളം വിമർശനങ്ങൾ വാങ്ങിക്കൂട്ടിക്കുന്ന പല സംഭവങ്ങളും നമ്മൾ ഈ പറയുന്ന പോലെ ന്യൂസായിട്ട് പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ എല്ലാം തികഞ്ഞവരല്ല എന്ന് നമുക്ക് പറയാം. പക്ഷെ അവർ ഭരണാധികാരിയുടെ നിൽക്കുന്ന രാജ്യത്ത് നമ്മളെ ഇന്ത്യയിൽ ഏതെങ്കിലും വിദേശ രാഷ്ട്രത്തോളം വന്നപ്പോൾ ഇതുപോലെ പ്രശ്നമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്? ഒരിക്കലും ഇല്ല. കാര്യം അത് നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിന് വിശിഷ്ടാതിയായി പറ്റി വരുന്നത് ഒരു വിദേശ രാഷ്ട്ര തലവനായിരിക്കും. അല്ലാതെ തന്നെ അവർ സന്ദർശനം നടത്തുമ്പോഴൊക്കെ തന്നെ ശരിക്കും നമ്മളെല്ലാം ഇവിടെ കുട്ടികളൊക്കെ നമ്മൾ എല്ലാവരും കൈവച്ച് കാണിക്കുന്നത് നമ്മളെ കാണാം. മാത്രമല്ല, ഇതിപ്പോൾ ഈ മോദിയുടെ വിദേശ സന്ദർശനം നമുക്കിപ്പം രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തെ വിയോജിക്കാം, എതിർക്കാം, അത് എന്തുമാകാം. കാരണം അത് രാഷ്ട്രീയത്തിലാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന സന്ദർശനം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന പദവിയിലാണ് അദ്ദേഹം അവിടെ സന്ദർശിക്കുന്നത്. അപ്പോൾ അത് നമ്മളെന്താണ് ഞാൻ ഈ ന്യൂസ് കണ്ടപ്പോൾ തന്നെ ചില ന്യൂസുകളുടെയൊക്കെ കമന്റ് ബോക്സുകൾ നോക്കുമ്പോൾ അതിൽ തന്നെ എന്താണ് നമ്മുടെ ഇന്ത്യക്കുള്ളിൽ തന്നെ ചില ശത്രുക്കളുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്ന പോലത്തെ പലതരത്തിലുള്ള വർഗീയ കമന്റുകൾ ഉണ്ടായിരുന്നു. മോദി ഇന്ത്യ പ്രധാനമന്ത്രിയായതിനു ശേഷം വന്ന വികസനത്തെ അംഗീകരിക്കാത്ത എത്ര പേരുണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ചില കാര്യങ്ങളിൽ അപ്പൊ അവർ ഇത്തരം ഒരു സംഭവം നടന്നതിനെ അവരങ്ങ് ആഹ്ലാദിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പോലും സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ പേരും പറഞ്ഞുകൊണ്ട് ആഹ്ലാദിക്കുന്ന ആളുകളുണ്ട്. മോശമാണത്. എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം എനിക്ക് പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയത്തെ വിയോജിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ആ നാട് സന്ദർശിക്കുന്നത് ഇലക്ടഡ് പ്രധാനമന്ത്രി, ജനങ്ങളെ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ശരിക്കും പറഞ്ഞാൽ അവിടെ നരേന്ദ്രമോദിക്ക് നേരെ ഇത്തരത്തിലൊരു ആക്ഷേപം ഉയർന്നതിൻ്റെ അർത്ഥം ഈ രാജ്യത്ത് തന്നെ അവമാനിച്ചു എന്നുള്ളതാണ്. തീർച്ചയായും അത് എന്താ മറ്റെല്ലാം മാറ്റി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നുള്ളത് മാത്രമാണ് നമ്മൾ അവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അല്ല, അത് ഇന്ത്യ പ്രതിഷേധം അറിയിക്കുമായിരിക്കും തീർച്ചയായിട്ടും. ഔദ്യോഗികതരമായിട്ട് തന്നെ പ്രതിഷേധം അറിയിക്കായിരിക്കും. അത് ഇനി മടങ്ങിയെത്തിയിട്ട് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അല്ല, എനിക്കൊരു സംശയമുള്ളത്, നേരത്തെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഉയർന്നിരുന്നോ പ്രധാനമന്ത്രി വന്നപ്പോൾ? അതിനെ തൊട്ട് പ്രധാനമന്ത്രി വന്നപ്പോൾ അല്ല, പക്ഷെ കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയിൽ ഇതേപോലെ ഒരു വലിയ പ്രതിഷേധം നടന്നിരുന്നു. ഒരു കുടിയേറ്റ വിരുദ്ധമായിട്ടുള്ള, അത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത മാർച്ച് ഫോർ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു കുടിയേറ്റ വിരുദ്ധ റാലി ആയിരുന്നു അന്ന് നടന്നത്. അപ്പോൾ അതിന്റെ സംഘാടകരിൽ ഒരാളായിരുന്നു ഈ മോദിക്ക് നേരെ ഈ വിദ്വേഷം. ഇയാൾ അതിൽ പങ്കെടുത്ത ആളാണ്. അതെ, അതിന്റെ സംഘാടകരിൽ ഒരാളാണ് കാര്യം. അപ്പൊ ഇയാൾ അജ്ഞാതനായ ഒരാളല്ല. അയാളെ അവർക്ക് അറിയാം ഇയാൾ ആരാണ്. അപ്പോൾ ഇയാൾ അപകടകാരിയാണ് എന്ന് അറിഞ്ഞിട്ട് ഇയാൾക്ക് ഹോട്ടലിൽ കയറാൻ പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപകടമാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അവർ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അല്ല, എന്താണെങ്കിലും ശരി, ഇത് വളരെ മോശമായ പ്രവണതയാണ്. സായിപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവർക്ക് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ അവിടുത്തെ ജനങ്ങളെയൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഒരു വിഭാഗം ജനങ്ങൾ, ഒരു ഭാഗം ഞാൻ പറയാൻ പറ്റുള്ളൂ, എല്ലാ ജനങ്ങളും എതിരൊന്നുമല്ല. നമ്മൾ ഈ ഒരു സംഭവം നടന്നതിൽ അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയം ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീർത്തും പുച്ഛിച്ചോ അല്ലെങ്കിൽ എതിർത്തുകൊണ്ട് അവരെ തള്ളില്ല. നമ്മൾ അവരെ കുറ്റം പറയുന്നില്ല. പക്ഷെ അവിടെ വീഴ്ച സംഭവിച്ചു എന്നുള്ള സത്യമാണ്. ഒരു രാജ്യത്തെ രാഷ്ട്രതലം വന്ന് ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ
ആ താമസ സ്ഥലത്ത് ഇങ്ങനെ നേരത്തെ ഒരു ചരിത്രമുള്ള ആൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പലതും നടത്തി ചരിത്രമുള്ള ഒരാൾ ഈ ഹോട്ടലിൽ കയറി പറ്റി അവിടെ നിന്ന് പ്രതിഷേധം മുഴക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ കഷ്ടമാണ്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല. ഏതായാലും അവിടുത്തെ പ്രധാനമന്ത്രി ഒക്കെ ഉൾപ്പെടെയുള്ളവർ നരേന്ദ്രമോദിയോട് ഖേദം പ്രകടിപ്പിച്ചിരിക്കാനാണ് സാധ്യത. ഒരുപക്ഷെ അദ്ദേഹം പല പരിപാടികളിലും പങ്കെടുത്തിരുന്നു. അദ്ദേഹം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഒരു വല്ല പ്രതിഷേധം നടത്തിയോ നമുക്കറിയില്ല. അദ്ദേഹം പങ്കെടുക്കാത്ത സ്ഥലങ്ങളിൽ വരുന്നു എന്ന് പറഞ്ഞാൽ പക്ഷേ ഈ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങൾ, വിശദീകരണങ്ങൾ അതിന് ഒരിക്കലും നമുക്ക് എന്താണ് ഒരു വൈകാരികമായി ചാടിക്കറി നടത്താൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ സ്വാഭാവികമായും അതിനുള്ള അത്തരത്തിലുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾ പിന്നാലെ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇത് വളരെ നാണക്കേടുണ്ടാക്കിയൊരു സംഭവമാണ് ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യ ആയതായാലും നരേന്ദ്രമോദി ഒന്നും കണ്ട് പേടിക്കുന്ന ആളല്ല എന്നുള്ള കാര്യം നമുക്ക് ഓർക്കുക. അദ്ദേഹം താഴെത്തട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് പടിപ്പടിയായി ഉയർന്നു വന്ന ഒരാളാണ്. അതുകൊണ്ട് ഇത്തരം പ്രതിഷേധമൊന്നും കണ്ട് അദ്ദേഹത്തെ പേടിപ്പിക്കാൻ നോക്കേണ്ട, അത് അങ്ങനെ അത് നടക്കുകയില്ല.